ബജറ്റ് 2024 മോദി 3.0 സർക്കാരിന്റെ ആദ്യ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജൂലൈ 23 അവതരിപ്പിക്കും. വരാനിരിക്കുന്ന ബജറ്റിൽ മൂലധന ചെലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേ വ്യവസായം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. തുടർച്ചയായ നിക്ഷേപം വളർച്ചയ്ക്ക് നിർണായകമാണെന്ന് വ്യവസായം വിശ്വസിക്കുന്നു. ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ച സമർപ്പിത സാമ്പത്തിക മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം റെയിൽവേ മേഖലയിലെ കമ്പനികളുടെ പ്രധാന ഉദ്യോഗസ്ഥർ ഊന്നിപ്പറഞ്ഞു. ബജറ്റിൽ ശ്രദ്ധിക്കേണ്ട റെയിൽവേ ഓഹരികൾ നോക്കാം. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ്. വിപുലീകരണത്തിനായി സാമ്പത്തിക സ്രോതസ്സുകൾ സ്വരൂപിക്കുന്നതിനും മൂലധന വിപണികളിലൂടെയും മറ്റ് വായ്പകളിലൂടെയും പ്രവർത്തിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്നു. കമ്പനിയിൽ ഭൂരിഭാഗം ഓഹരികളും ഇന്ത്യാ ഗവൺമെന്റിന് സ്വന്തമാണ്. അതേസമയം റെയിൽവേ മന്ത്രാലയത്തിന് ഭരണപരമായ നിയന്ത്രണമുണ്ട്. പ്രൊഡിക്ഷൻ. L&T കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. 1938 ബോംബെയിൽ ഡാനിഷ് എഞ്ചിനീയർമാരായ ഹെന്നിംഗ് ഹോൾക്ക് ലാർസണും സോറൻ ക്രിസ്റ്റ്യൻ ടൂബ്രോയും ചേർന്നാണ് L&T സ്ഥാപിച്ചത്. വ്യാവസായിക സാങ്കേതികവിദ്യ, ഹെവി ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, ഉൽപ്പാദനം, വൈദ്യുതി, വിവരസാങ്കേതികവിദ്യ, സൈനിക, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിൽ താൽപ്പര്യമുള്ള ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് L&T എന്നറിയപ്പെടുന്ന ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇതിന്റെ ആസ്ഥാനം. പ്രൊഡിക്ഷൻ. ടിറ്റാഗർ വാഗൺസ് ലിമിറ്റഡ്. ടിറ്റാഗഡ് വാഗൺസ് ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന ടിറ്റാഗർ റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡ് സ്വകാര്യ മേഖലയിലെ ഒരു ഇന്ത്യൻ റോളിംഗ് സ്റ്റോക്ക് നിർമ്മാതാവാണ്. 1984 ഒരു റോളിംഗ് സ്റ്റോക്ക് ഫൗണ്ടറി യൂണിറ്റായി സ്ഥാപിതമായ കമ്പനിയുടെ ആസ്ഥാനം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ടിറ്റാഗഡ് പരസ്യമായി വ്യാപാരം ചെയ്യപ്പെടുന്നു. പ്രൊഡിക്ഷൻ. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ബ്രോഡ്ബാൻഡ് (VPN) സേവനങ്ങൾ നൽകുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. രാജ്യവ്യാപകമായി ബ്രോഡ്ബാൻഡ്, ടെലികോം, മൾട്ടിമീഡിയ ശൃംഖല സൃഷ്ടിക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ നിയന്ത്രണ പ്രവർത്തനവും സുരക്ഷാ സംവിധാനവും നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2000 സെപ്റ്റംബറിൽ റെയിൽടെൽ രൂപീകരിച്ചു. റെയിൽടെലിന്റെ നെറ്റ്വർക്ക് രാജ്യത്തുടനീളമുള്ള 5000 സ്റ്റേഷനുകളിലൂടെ കടന്നുപോകുന്നു. എല്ലാ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്നു. പ്രൊഡിക്ഷൻ. ടെക്സ്മാഗോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. ഇന്ത്യ ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് ടെക്സ്മാഗോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. റെയിൽവേ വാഗണുകൾ, കോച്ചുകൾ, ലോക്കോമോട്ടീവുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും അനുബന്ധ സേവനങ്ങൾ നൽകുന്നതിലും ഇത് പ്രാഥമികമായി ഏർപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് കമ്പനിയുടെ ആസ്ഥാനം. ഇന്ത്യൻ റെയിൽവേക്കും മറ്റ് നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കമ്പനി കോച്ചുകൾ നിർമ്മിക്കുന്നു. പ്രൊഡിക്ഷൻ. ഇർകോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്. ഇർകോൺ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് ഒരു ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ്. ഗതാഗത ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രത്യേകമായി പ്രവർത്തിക്കുന്നു. 1956 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം ഇന്ത്യൻ റെയിൽവേ 1976 സ്ഥാപിച്ചതാണ് പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യൻ റെയിൽവേയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ ഇന്റർനാഷണൽ ലിമിറ്റഡായി ഇർകോൺ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രൊഡിക്ഷൻ. BEML ലിമിറ്റഡ്. BEML ലിമിറ്റഡ് മുമ്പ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്നു. മണ്ണ് നീക്കൽ, റെയിൽവേ, ഗതാഗതം, ഖനനം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന വിവിധതരം ഹെവി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ്. ബാംഗ്ലൂരിലാണ് ഇതിന്റെ ആസ്ഥാനം. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ നിർമ്മാതാക്കളാണ് BEML. പ്രൊഡിക്ഷൻ.
കൺക്ലൂഷൻ. ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാണ്. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ റെയിൽവേ ബിസിനസ് ഒരു അവിഭാജ്യ പങ്ക് വഹിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലും ട്രെയിൻ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിലും ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റോക്കുകൾ വാങ്ങുന്നത് നിക്ഷേപകർക്ക് പ്രതിഫലദായകമായ അവസരമാണ്. ജൂലൈ 23 മോദി 3.0 സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം വിപണി പ്രതീക്ഷിക്കുന്നതിനാൽ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇർകോൺ ഇന്റർനാഷണൽ, IRFC എന്നിവയുൾപ്പെടെയുള്ള റെയിൽവേ ഓഹരികൾ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നു. Thank you.